എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് കൃഷ്ണമോളെ പെട്ടെന്ന് അലീനയുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അലീനയുടെ കൂടെ കട്ടിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് കിടക്കുക. അന്നേരം അലീന ഇതെന്നാ പണിയെ കാണിക്കുന്നത്, എഴുന്നേറ്റ് എൻ്റെ കൂടെ കട്ടിലേക്ക് കിടന്ന പനി പിടിക്കാൻ എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി എഴുന്നേൽപ്പിക്കുക. അന്നേരം പനി പിടിച്ചോട്ടോ, കുഴപ്പമില്ല, പനി പിടിക്കാൻ വേണ്ടി തന്നെ ഞാനിവിടെ വന്ന് കിടക്കുന്നത് എന്നാണ് കൃഷ്ണമോള് പറയുന്നത്. അന്നേരം സമ്മതിക്കത്തില്ല അലീന, ഒരുവിധം തള്ളി എഴുന്നേൽപ്പിക്കും. എന്നിട്ട് മാറി ആ കസേരയിലിരിക്കാൻ സ്റ്റൂളിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും എന്താ ഇപ്പം പെട്ടെന്ന് പനി വേണമെന്ന് തോന്നാൻ, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുവാണ്, ആ ബബിത ചേച്ചിയുടെ ഭരണം ഞാൻ മടുത്തു, ഒരു സമയം വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു റെസ്റ്റ് തരത്തില്ല, എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കും, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പം നോക്കിയപ്പം പനി പിടിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറയുമ്പോൾ ആഹാ അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുവാണ്, ഞാനേ ഒരു ന്യൂ കമറല്ലേ, ഇതിനു മുമ്പ് ജോലി ചെയ്തോ ശീലമൊന്നുമില്ലല്ലോ, ജോലി ചെയ്ത് ശീലമാകുമ്പം അതൊക്കെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അലീന ചേച്ചിക്ക് ശീലമുണ്ട്, അതുകൊണ്ടല്ലേ അലീന ചേച്ചിക്ക് പ്രശ്നമില്ലാത്തത്. പക്ഷെ അത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവണ്ടേ, അവൾ എനിക്ക് റെസ്റ്റ് തരുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം അലീന ചോദിക്കും അതിന് മാത്രം ജോലി ഈ വീട്ടിലുണ്ടോ എന്ന്. അന്നേരം അലീന ചേച്ചിക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് പെട്ടെന്ന് തീരും, ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ അവൾക്കിപ്പം ഭയങ്കര സ്നേഹമാണല്ലോ അലീന ചേച്ചിയോട്, ഭയങ്കര അലിവ, എന്നിട്ടും അവൾ കടിച്ചു പിടിച്ചേ വർത്തമാനം പറയുള്ളൂ. ഇങ്ങനെ കടിച്ചു മുറിച്ച് പോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലിപ്പോൾ ആരും അറിയില്ലെന്ന അവളുടെ വിചാരം, പൊട്ടി എന്നൊക്കെ പറയുന്നേക്കും അത് കേൾക്കുന്ന അലീനയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് കൃഷ്ണമോള് ചോദിക്കും ഇത് കരയുവാണോ ചിരിക്കുവാണോ, കാണുന്നവർക്കൊന്നും മനസ്സിലാകിയല്ലോ എന്ന് പറയും. എന്നിട്ട് പറയും ഇത് അതിനേക്കാൾ വലിയൊരു പൊട്ടിച്ചേച്ചി എന്ന് പറയുവാണ്. എന്നിട്ട് അതിന് കൂടെ പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞു വിട്ടത് വെറുതെയല്ല, എനിക്കൊരു ജോലി തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്, അലീന ചേച്ചിയുടെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് എല്ലാം പറഞ്ഞു എന്ന് പറയുക. അന്നേരം അലീനയ്ക്കൊരു മടി, അയ്യോ വേണ്ടാട്ടോ, എൻ്റെ പനി മാറിയിട്ട് ഞാൻ തന്നെ കഴുകിക്കോളാം, അതെല്ലാം അവിടെ മുഷിഞ്ഞ് കിടക്കുക എന്ന് പറയുമ്പം ആ മുഷിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ കഴുകാൻ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞത്, എവിടെയാണ് ഡ്രസ്സെന്ന് ചോദിക്കുമ്പോഴും അലീനയ്ക്ക് മടിയാണേ. അന്നേരം കൃഷ്ണമോള് അനീത്തിമാർക്ക് ഭയങ്കര സ്നേഹമല്ലേ, അതുകൊണ്ടല്ലേ എവിടെയാണെന്ന് പറ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയും ബാത്റൂമിലുണ്ട് എന്ന്. കൃഷ്ണമോള് പോയി ബാത്റൂമിൽ നിന്ന് ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ദേ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അതെല്ലാം കണ്ടിരിക്കുന്നുണ്ട് അലീന. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അവരത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം പോലും ഇല്ല, എഴുന്നേറ്റ് ഇരിക്കുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഇതിൻ്റെ എല്ലാം കൂടെ ഫ്രസ്ട്രേഷനും കടിയും എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകും. അന്നേരം ഇങ്ങനെ ദേഷ്യം കടിച്ച് പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ, ആരോടും ഒന്ന് പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ, ആരും കൂടെ വഴക്കിന് ചെല്ലുന്നില്ലല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ശിവനെ ഫോൺ വിളിക്കാം എന്ന് ഓർക്കുന്നത്. പാതിരാത്രിയാണ്, എല്ലാവരും കൂടെ ഒന്ന് ഉറങ്ങുന്ന സമയമാണ്, എന്നിട്ടും ഫോൺ വിളിക്കും ശിവൻ തപ്പിപ്പിടിച്ച് ഫോണൊക്കെ എടുത്തിട്ട് വൈജയാണല്ലോ എന്നോർത്ത് ഫോൺ എടുക്കും. എന്നിട്ട് എന്താ വൈജയ, എന്തിനാ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓ ശിവേട്ടനൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ, ശിവേട്ടൻ അവിടെ എന്നെ എടുക്കുവാന്ന് ചോദിക്കും. അന്നേരം ശിവൻ ഞാനിവിടെ എന്നെ എടുക്കുവാന്നോ, ഞാൻ ടെർഫിൽ ക്രിക്കറ്റ് കളിക്കുവാന്ന് പറയും. അന്നേരം ഓ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങും, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും, ടെർഫിൽ ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യാലോ, സമാധാനമില്ലാത്ത എനിക്കല്ലേ, എന്നെയല്ലേ നിങ്ങൾ ഈ നരകത്തിൽ കൊണ്ട് വിട്ടിട്ട് പോയത്, എന്നിട്ട് ഓരെണ്ണം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ എന്നൊക്കെ ചോദിക്കും. എന്താ വൈജയൻ നിനക്ക് അവിടെ പ്രശ്നം, നീ നിൽക്കുന്നത് നിൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെയല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയ് പറയുന്നുണ്ട് പിന്നെ മക്കളുടെയും ഭർത്താവിൻ്റെയും കൂടെ ഞാനിവിടെ ശ്വാസം മുട്ടി ചാകുവാണ്, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ മടുത്തു, എൻ്റെ മക്കൾ പോലും ഇങ്ങോട്ട് കയറി വരുന്നത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, ഇനി എനിക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുത്തതായിരുന്നു, എൻ്റെ തീരുമാനം ഞാൻ എല്ലാവരെയും അറിയിച്ചതായിരുന്നു, അവിടെ നിന്നാണ് എന്നെ വലിച്ചുകൊണ്ട് ഇവിടെ ഇട്ടത്, ഇനി എന്നെക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല, ഒരാളുടെ മുമ്പിലും തല കുനിക്കാൻ വൈജയന്തിക്ക് സൗകര്യമില്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ഞാനിവിടെ നിൽക്കത്തില്ല എന്ന് തന്നെ പറയും. അന്നേരം നിനക്ക് അവിടെ എന്താ പ്രശ്നം, എന്താണെങ്കിലും ഞാൻ നാളെ അങ്ങോട്ട് വന്ന് സംസാരിക്കാം, എന്നിട്ട് പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ പറയുമ്പം ഒരു പ്രശ്നം പരിഹാരത്തിനും ആരും ഇങ്ങോട്ട് വന്നേക്കരുത്, വൈജയുടെ തീരുമാനമായിട്ട് പോവുകയാണ്, എൻ്റെ പുറകെ വന്ന് ചുമ്മാ തടയാൻ നിന്നേക്കില്ല എൻ്റെ ആങ്ങളമാർ രണ്ടുപേരും, അത് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം ഇനി എന്ന് പറയുവാണ്. അന്നേരവും ശിവൻ പറയുന്നുണ്ട് വൈജയ് നീ എടുത്ത് ചാടരുത്, നീ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുക, അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പം പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം, ഇനി എനിക്കിവിടെ കഴിയാൻ പറ്റത്തില്ല, അത് പറയാൻ വേണ്ടി ഞാനങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അന്നേരം ശിവൻ ദേഷ്യം വരുന്നുണ്ട്. ശിവൻ പറയുക പാതിരാത്രി വിളിച്ച് ഉറക്കവും നഷ്ടപ്പെടുത്തി, എന്നിട്ട് അവൾ ഫോണും വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശിവൻ അങ്ങ് കയറി പോകുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വൈജയന്തിക്ക് അങ്ങ് കലിപ്പ് തീരുന്നില്ലേ, എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോഴാണ് അലീനയുടെ അടുത്തേക്ക് ചെന്നേക്കാം എന്ന് ഓർക്കുന്നത്. അലീനയാണ്
ആണെങ്കിൽ ഈ സമയത്ത് മേലുവേദന കാരണം കിടന്ന് ഉറങ്ങാൻ മേല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയമാണ്. അന്നേരം റൂമിലേക്ക് ചെല്ലുന്നു. വൈജയന്തിയാണെന്നറിയുന്നത് ചാടി എഴുന്നേക്കും അലീന. അന്തേക്കും പുച്ഛത്തോടെ, ഓ, തറയിൽ ചുരുണ്ടുകൂടി കിടന്നവളുമാരൊക്കെ ഇപ്പം കട്ടിലേ കയറി. വേലക്കാരികൾ വീട്ടുകാരികൾ ആകുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്ര വിശ്വാസമില്ലായിരുന്നു. സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചപ്പം എനിക്കത് വിശ്വാസമായി എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഒരു വീട്ടുകാരിയും ആകാനില്ല, എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവളാണ് ഞാൻ എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കും, നീ ഇത് കുറേ കാലമായല്ലോ ഇത് തന്നെ പറയുന്നത്, എന്നിട്ട് ഇതുവരെ ഇവിടുന്ന് പോയി കണ്ടില്ലല്ലോ, എന്താ പോകാത്തത്, എന്തേ പോകാൻ മനസ്സ് വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതങ്ങ് തുറന്ന് പറയണം എന്ന് പറയുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയിട്ട് മാഡത്തിന് എന്തിനാ ഞാൻ എന്ത് ദ്രോഹമാണ് മാഡത്തിനോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എന്നോട് ഈ ലോകത്ത് നിന്നെപ്പോലെ ദ്രോഹം ചെയ്ത വേറെ ഒരാളില്ല, നീ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം. നീ ആദ്യം എൻ്റെ ഭർത്താവിനെ വശീകരിച്ചെടുത്തു, പിന്നെ എൻ്റെ മക്കളെ നിൻ്റെ ഭാഗത്താക്കി, ഇതൊക്കെ ചെയ്തു, എന്നിട്ട് നീ എന്താ ചെയ്തതെന്നാണോ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊക്കെ മാഡത്തിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു എന്നല്ലാതെ ഞാൻ ആരും ദ്രോഹിക്കണം എന്ന് ഓർത്തിട്ടില്ല, ദ്രോഹിച്ചിട്ടുമില്ല. മാഡത്തിൻ്റെ തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം. എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് അലീന പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇവിടുന്ന് പോകാൻ വേറെ എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ടാണോ നീ പോകാത്തത്, എത്ര രൂപ വേണം നിനക്ക്, എത്ര ലക്ഷം വേണം, പറഞ്ഞാൽ മതി, ഞാൻ തരാം എന്ന് പറയുവാണ്. അന്നേരം അലീന പറയും, എനിക്ക് ഒന്നും വേണ്ട മാഡം, ഞാൻ പൊയ്ക്കോളാം. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോടുള്ള കടം മാഡത്തിന് ഈ ജന്മം തന്നു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ഒന്നും സാധിക്കത്തില്ല, അത് ഈ ജന്മം കൊണ്ട് തീരത്തുമില്ല, ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്നുകൂടി അലീന പറയുന്നുണ്ട്. പിന്നെ നാളെ തന്നെ പോകണം എന്ന് പറയരുത്, ഞാൻ ഒരു അസുഖമായിട്ടിരിക്കുന്ന സമയമാണ്, ഈ അസുഖം മാറണം, ശരീരം സുഖമാകണം, ആരോഗ്യം വേണം, പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്, അത് ചെയ്തു തീർക്കാനുള്ള സമയവും വേണം എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കും, അങ്ങനെ ചെയ്തു തീർക്കാൻ നിനക്ക് എത്ര സമയം വേണം, ഇവിടുന്ന് പോകുന്നതിന് എത്ര ദിവസം നിനക്കിനി വേണം എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, എനിക്കൊരു 2 ആഴ്ച സമയം മതിയായിരിക്കും, ആ സമയം കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു തീർത്തോളാം എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ആ സമയം എനിക്ക് സമ്മതമാണ്, ഇത്രയും സഹിക്കാമെങ്കിൽ 2 ആഴ്ച കൂടി സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം വൈജയന്തിയോട് അലീന പറയുന്നുണ്ട്, മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും മാഡത്തിൻ്റെ ശത്രുവല്ല, ഇനി ശത്രു ആകുകയില്ല എന്നിങ്ങനെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, നീ എനിക്ക് ശത്രു തന്നെയാണ്, നീ ഇവിടുന്ന് പോയാലേ എനിക്ക് മനസ്സമാധാനം ആവുള്ളൂ, എനിക്ക് എൻ്റെ കുടുംബം തിരിച്ചു വേണം എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, പോയി കഴിഞ്ഞ് മാഡം ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം, ഇവിടുന്ന് പോയതിന് ശേഷം എന്നെ തിരിച്ച് വിളിച്ചേക്കരുത്, എന്നെ കാണാനായിട്ട് വന്നേക്കരുത്, എന്തൊക്കെ സംഭവിച്ചാലും എന്നെ കാണാൻ വന്നേക്കരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതിനപ്പുറം മാഡത്തിനും സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് മറന്നേക്കണം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വൈജയന്തി ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലുമില്ല, ഞാൻ നിന്നെ തേടി വരത്തൊന്നുമില്ല, അത്രയും ഗതികേട് എനിക്കില്ല, അങ്ങനെ ഒരു ഗതികേട് വന്നാൽ പോലും ഞാൻ നിന്നെ അന്വേഷിച്ച് വരത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം അലീന പറയും, എങ്കിൽ മാഡം വിഷമിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന്. അന്നേരം അത്രയും പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ച സന്തോഷത്തിലാണ് വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഒത്തിരി വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അലീന അത്. പിന്നെ നേരം വെളുത്തു, രാവിലെ മുറ്റുമടിക്കുന്ന ബബിതയെ കാണിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് എല്ലാ പണികളും ബബിത ചെയ്യും. ഈ സമയം രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന അലീനയും കാണിക്കുന്നുണ്ട്. അലീന റൂമിലിരുന്നിരുന്ന് മടുത്തു, അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അടുക്കള കയറിയേക്കാം എന്ന് കരുതി ഇട്ടിരുന്ന ഡ്രസ്സും ഒന്ന് വാഷ് ചെയ്തേക്കാം എന്നൊക്കെ കരുതി ഇറങ്ങി വരുമ്പോഴാണ് അവിടെ കൃഷ്ണമോൾ ഇരിക്കുന്നത്. അന്നേരം രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് നല്ല ചൂട് വെള്ളത്തിൽ വിസ്തരിച്ചങ്ങ് കുളിച്ചു. അന്നേരം എൻ്റെ ക്ഷീണമൊക്കെ പോയി, ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, 3-4 ദിവസം വെറുതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി കൈ അങ്ങ് തരിക്കുവാണെന്ന് പറയുമ്പം ഒരു തരിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇവിടെ ബബിത ഡോക്ടർ പറയാതെ ഒരു കാര്യവും നടക്കുകയില്ല, പനിയൊക്കെ മാറി ഫിറ്റായി എന്ന് ബബിത ഡോക്ടർ പറയണം, അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം കൃഷ്ണമോളോട് തർക്കിക്കുന്നുണ്ട് അലീന, എനിക്ക് പനി മാറി, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, പണിയെടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം സമ്മതിക്കത്തില്ല. അന്നേരം അങ്ങോട്ടേക്ക് ബബിതയും വരും. എന്നിട്ട് ബബിത തൊട്ട് നോക്കിയിട്ട് പനി മാറി, പക്ഷേ ജോലി
ജോലി എടുക്കാറായിട്ടില്ല, മര്യാദയ്ക്ക് റൂമിൽ കയറിപ്പോയി, ഞാൻ പറഞ്ഞിട്ട് ജോലി എടുത്താൽ മതി എന്ന് പറയുന്നു. തർക്കിച്ച് നോക്കും, പക്ഷേ ബബിതയുടെ അടുത്തല്ലേ, നടക്കുകയില്ല. അത് കഴിയുമ്പോൾ എന്നാൽ ശരി, ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, ഞാൻ റൂമിലോട്ട് പൊയ്ക്കോളാം എന്ന് അലീന പറയുന്നു. അന്നേരം അലീന ഡ്രസ്സ് അവിടെ വെച്ചിട്ട് വെക്കും, ഞാൻ കഴുകിയിട്ടോളാം എന്നും ബബിത പറയുന്നുണ്ട്. റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുന്ന അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, രോഹിത്തിനോടൊന്ന് റൂമിലേക്ക് വരാൻ പറയാമോ, അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുക. അന്നേരം അർജൻറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അർജൻറ്റായെന്ന് പറയും. എങ്കിൽ ഞാൻ ഇപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ മുകളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അലീന റൂമിൽ വന്നിരിക്കുവാണ്. അന്നേരം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ആ റൂമിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിത കാണത്തില്ലല്ലോ, അതുകൊണ്ട്. അന്നത്തേക്കും രോഹിത്ത് അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, ആഹാ പനി കഴിഞ്ഞതേ, പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുക. അന്നേരം അയ്യോ പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ റൂമിൽ എങ്കിലും ചെയ്യാലോ എന്ന് ഓർത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇടുമായിരുന്നു എന്ന് പറയുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ അവളെ കൊണ്ട് ഞങ്ങൾ മടുത്തു, അവൾ ഈ വീട്ടിൽ ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമേ ജോലി വിധിച്ച് തരാത്തുള്ളൂ, ബാക്കി എല്ലാ ജോലിയും ഞങ്ങളെ കൊണ്ടുകൂടിയാണ് അവൾ ചെയ്യിക്കുന്നത് എന്ന് പറയുവാണ്. എന്നിട്ട് എന്തിനാ ചേച്ചി വിളിച്ചതെന്ന് ചോദിക്കും. എന്നിട്ട് നീ ഇവിടെ ഇരിക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് പറയുക, ഞാൻ വിളിച്ചത് നിൻ്റെ കോളേജിലെ കാര്യം പറയാനാണ്, ഇനി കോളേജിൽ പോയി തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്നു. അന്നേരം ആകെ വിഷമിച്ചിങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്ന രോഹിത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ശിവൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്, വൈജയന്തിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ആദ്യമേ ബാലേന്ദ്രനെയാണ് കാണുന്നത്. അന്നേരം സങ്കടം പറയുന്നുണ്ട് ഹരിയുടെ കാര്യം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹരിയുടെ കാര്യത്തിൽ ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല ശിവേട്ട, അതാണ് സത്യം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ ശിവന്. പിന്നെ അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ മാഡം എൻ്റെ അടുത്ത് വന്നു, എന്നോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു, പൊയ്ക്കോളാം എന്ന് ഞാൻ സമ്മതിച്ചു, 2 ആഴ്ചത്തെ സമയവും ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നോട് അനുവാദം ചോദിക്കാതെ പോകാൻ നീ തീരുമാനിച്ചോ എന്ന്. അന്നേരം അലീന പറയും, ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, ഈ കുടുംബം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഉള്ളത് കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെയെങ്കിലും ഉരുണ്ട് മുന്നോട്ട് പോകുന്നത്, നീ പോകുമ്പം ഈ കുടുംബത്തിൻ്റെ തകർച്ചയുടെ വേഗം കൂടും എന്ന് പറയുക. അന്നേരം അലീന പറയും, അച്ഛൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞു, അതാ നല്ലത്, ഇതിന് എവിടെയെങ്കിലും ഒരു അവസാനം വേണ്ടേ, അല്ലാതെ ഇനി ഞാനിവിടെ നിൽക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്കാണ് അലീന പോകുന്നത്. അത് കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.